പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രവർത്തന റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ വിമർശനം. കുറ്റാന്വേഷണത്തിന് പണം നൽകുന്നില്ല, അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. ഇങ്ങനെ അസോസിയേഷൻ പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. വിമർശനങ്ങളടങ്ങിയ പ്രവർത്തന റിപ്പോർട്ട് 24-ന്. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ പ്രഭാതം എങ്ങനെയുണ്ട് ദീപക്? വെരി ഗുഡ് മോർണിംഗ് SKN. SKN വയനാട്ടിലാണുള്ളത്. വയനാട്ടിലെ പ്രഭാതം വയനാടിന് കൈത്താങ് നൽകുക, അതിനേവരും നേരത്തെ SKN പറഞ്ഞതുപോലെ സെപ്റ്റംബർ 1-ന് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ 24ഉം ഫ്ലവേഴ്സ് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന്, പ്രേക്ഷകർ ഒരുമിച്ച് ചേർന്ന് വയനാടിന് കൈത്താങ് ഒരുക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് SKN. വലിയ മറ്റു പല വിഭാഗങ്ങളിൽ നിന്ന്, ജനവിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ നമുക്ക് ലഭിക്കുന്നു. കാരണം വയനാടിനെ ചേർത്ത് പിടിക്കണമെന്ന് ആദ്യം മുതലേ 24 തീരുമാനിച്ചതാണ്. ഒരുപക്ഷെ നമ്മുടെ റിപ്പോർട്ടിങ്ങിലുമെല്ലാം ആ ചേർത്ത് പിടിക്കലിൻ്റെ അംശമായിരുന്നു ഉണ്ടായത്. ഇപ്പം അല്പം മുൻപ് വിപിൻ സി വിജയൻ്റെ റിപ്പോർട്ടിലും നമ്മൾ ചെയ്ത വാർത്തയിൽ അതിൽ ഇമ്പാക്റ്റ് ഉണ്ടായി. DYFI ജീപ്പ് നൽകാൻ തയ്യാറാകുന്നു. ഏതായാലും 1-ാം തീയതിയോടുകൂടി വയനാടിൻ്റെ അതിജീവനത്തിൻ്റെ കണ്ണീരിൽ നിന്നും അവർ അല്പം ഒരു ചിരിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷിക്കാം SKN. ഇനി വാർത്തയിലേക്ക് വരാം SKN. സംസ്ഥാന പോലീസ് ഭരണത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ്, പരോക്ഷമായും പ്രത്യക്ഷമായുള്ള രൂക്ഷമായ വിമർശനമാണ്. ആ വിമർശനം എന്ന് പറഞ്ഞാൽ അത് വസ്തുതയുമാണ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 34ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘടനാ റിപ്പോർട്ടിൽ, അതായത് ഈ സംഘടനാ റിപ്പോർട്ട് പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച് ജനറൽ സെക്രട്ടറി CR ബിജു അവതരിപ്പിച്ച് സംഘടനാ ചർച്ച നടത്തേണ്ടതാണ്. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ടിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം സംസ്ഥാന പോലീസിലെ കുറ്റാന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നു എന്നുള്ളതാണ്. അതായത് അതിൽ വിശദമായി തന്നെ ആ ഭാഗത്ത് പറയുന്നു, യാത്രയ്ക്കുൾപ്പെടെ അതുപോലെ സാങ്കേതികമായി മറ്റു പല വിവരങ്ങൾ കണ്ടെത്താൻ, ഒപ്പം തന്നെ പ്രിന്റിങ്ങിനുള്ള സ്റ്റേഷനറി മെറ്റീരിയൽ പോലും സ്വന്തം കയ്യിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ കാശെടുത്തു നൽകേണ്ട അവസ്ഥയാണ് ഈ നവകേരളത്തിലുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ് അതിൽ വന്നിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ എക്സ്പെൻസ് ഫണ്ട് രൂപീകരിക്കുക എന്നുള്ളത്. അതായത് പെറ്റി കേസിലും മറ്റും നിരന്തരമായി പോലീസിന് കോമ്പൗണ്ട് ആയിട്ട് ലഭിക്കുന്ന ഫീസുകളുണ്ട്. ഈ ഫീസിൽ നിന്നും ഒരു നിശ്ചിത തുക ഈ ഇൻവെസ്റ്റിഗേഷൻ ഫണ്ടായിട്ട് ഉപയോഗിക്കുക. ഇൻവെസ്റ്റിഗേഷൻ എക്സ്പെൻസ് ഫണ്ട് എന്ന പേര് നൽകി അതിനുപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ടാക്സി പിടിച്ചും അല്ലെങ്കിൽ മറ്റ്, അതായത് പല അന്വേഷണത്തിനും പോലീസ് വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രവുമല്ല ഈ കുറ്റാന്വേഷണത്തിന് പലപ്പോഴും പോലീസ് വാഹനം കിട്ടണമെന്നുമില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലാപ്ടോപ്പ് പോലീസിന് നൽകുന്നില്ല, ലാപ്ടോപ്പ് സർവീസിന് പണം നൽകുന്നില്ല. ഈ തരത്തിൽ കുറ്റാന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥരെ ബാധ്യതയാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ജനകീയ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിലെ അംഗസംഖ്യ വളരെ കുറയുന്നു. കേരള പോലീസിന് നിലവിൽ പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള അംഗസംഖ്യയുടെ കുറവ്, അതിൻ്റെ കണക്ക് തന്നെ അസോസിയേഷൻ പറയുന്നത് കേരള പോലീസിന് ആകെയുള്ളതിൻ്റെ 1/3 ഭാഗം മാത്രമാണ് സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യുന്നത്. അതായത് സിംഹഭാഗം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിലല്ല, സ്റ്റേഷനിലല്ല, മറ്റു വിന്യാസത്തിലാണ്, മറ്റ് സ്പെഷ്യൽ യൂണിറ്റുകളിലും മറ്റുമാണ് എന്നുള്ളത് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN, യൂണിഫോമിൻ്റെ മാറ്റം അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ കാക്കിയുടുപ്പിട്ട യൂണിഫോം മാറ്റണമെന്ന ഒരു വലിയ ആവശ്യം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അതിനവർ കാരണം പറയുന്നത്, ഒന്ന്, ഈ കാക്കി മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുതൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വരെയുള്ള പലരും ഉപയോഗിക്കുമ്പോൾ പോലീസ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു, തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ദുരന്ത മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ യൂണിഫോം തടസ്സമാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റു പല സ്ഥലത്തുമുള്ളതുപോലെ വ്യത്യസ്തമായ യൂണിഫോമുകൾ അത് സിവിൽ പോലീസ് ഓഫീസർ മുതൽ DGP വരെയുള്ളവർക്ക് വേണമെന്നുള്ളതാണ്. ഏതായാലും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക്, IPS ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ ക്യാമോഫ്ലാഷ് യൂണിഫോം ഉണ്ട്. അവർക്ക് യുദ്ധമുഖത്ത്, ദുരന്തമുഖത്തൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി മറ്റൊരു യൂണിഫോം ഉണ്ട്. പക്ഷേ എന്നാൽ സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർക്കും ഒന്ന് കാക്കി യൂണിഫോം മാറണം, മറ്റൊന്ന് വിവിധ യൂണിഫോമുകൾ വേണമെന്നുള്ളതാണ് SKN. മറ്റൊന്ന്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. ഏതായാലും പോലീസ് ഭരണത്തിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷന്, കുറ്റാന്വേഷണത്തിന് പണം നൽകുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം, വിമർശനമാണ് പോലീസ് അസോസിയേഷൻ്റെ ഈ സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം SKN. താങ്ക് യു ദീപക് തർമ്മടം.